ഇവിടെ ആൾക്കാരെ കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ ചോദിച്ചു നോക്കിയാലോ. ഇവിടെ ചോദിച്ചോ. ഞങ്ങൾ കുറച്ച് ദൂരത്ത് നിന്ന് വരിക. ഞങ്ങളൊരു സിനിമയുടെ ഷൂട്ടിംഗ് കൂടി വന്നാൽ ഞങ്ങൾക്കിവിടെ ഒരു ദിവസം ഷൂട്ടിന് പറ്റുന്ന ഒരു വീട് കിട്ടാണല്ലോ. പുറത്ത് മാത്രമേ ഷൂട്ട് ചെയ്യുള്ളൂ. അല്ലടോ, ഇവർക്ക് നമ്മളെ ഈ ഭാഗത്ത് ഷൂട്ടിങ്ങിന് ഒരു ചെറിയ വീട് വേണം പോലെ. ചെറിയ വീടല്ല കേട്ടോ, കുറച്ച് സൗകര്യമുള്ളൊരു വീട്. ആ, എൻ്റെ ഓർമ്മയിൽ ഇവിടെ എവിടെയും കിട്ടുമോ? എടോ, എൻ്റെ ഈ പരിസരത്ത് എങ്ങാനും അങ്ങനത്തെ വീട് കിട്ടാണ്ടോ? നിങ്ങൾക്ക് പറ്റിയൊരു വീട് ആ ഒരു വീട് കിട്ടാണ്ട്. അതേത് വീട്? നമ്മൾ ആചാര്യ വീടേ. ആ, അത് നിങ്ങൾക്ക് പറ്റൂട്ടോ. പക്ഷെ മൂപ്പര് സമ്മതിക്കുമോന്ന് അറിയില്ല. ആചാര്യേ പഴയൊരു നാടകക്കാരനാ. എന്നാലേ നമുക്ക് മുറിക്കേ ഒരു ചെറിയ വേഷം കൊടുക്കാലോ നമുക്ക്. ഇന്നേ ഞാനൊന്ന് മുട്ടി വെക്കാം. ഈ ഒന്ന് മുട്ടി വെക്കണോ? ശരിയാവുകയാണെങ്കിൽ നമ്മളെ നാട്ടിലൊരു സിനിമ ഇല്ലടോ. ഇല്ല, നമ്മളെങ്ങനെയാ പോവുക? വണ്ടി ഉണ്ടെന്ന് കേറിക്കോളി. എന്നാ വരി. വാ കേറി. കേറിക്കോളി. എന്നാ കേറി. കേറിക്കോളി. ഇരിക്കാനും നേരമില്ലാന്ന് മോള് കേറ്. ആ എനിക്ക് ആയിട്ടാ. ആ എന്നാ പോയിക്കോട്ടെ, പോട്ടെ 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 പോട്ടെ. പോട്ടാണ്ട്. നിർത്ത് 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 നിർത്തടോ, നിർത്ത് നിർത്തി ചങ്ങായി. നിങ്ങളെ ഇവിടെ ഇരിക്കും, ഞാനൊന്നും ഇപ്പോൾ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് വരാം. അജയരേ അജയരേ അജയരേ. ആരാണ്ടോ? ഞാനാണ്. ഞാനാണെന്ന് പറഞ്ഞാൽ എനിക്ക് പേരില്ലേ? മൊയ്തീൻകുട്ടിയാണെന്ന്. ഏത് മൊയ്തീൻകുട്ടി? മൊയ്തീൻകുട്ടിയാണ്. ആ മൊയ്തീൻകുട്ടിയെ, ഞാനേ പറമ്പിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. ഇതെന്താ തേങ്ങക്കായിട്ട്? അത് തേങ്ങപ്പെടാൻ ആളെ കിട്ടില്ലടോ. ഇത് പെറുക്കി കൂട്ടൽ തന്നെ നമ്മളെ പണി ഇപ്പോ. എല്ലായിടത്തും അതന്നെയാണ് അജയ സ്ഥിതി. ഇപ്പൊ ബംഗാളിയാണ് എല്ലായിടത്തും. നമ്മളിപ്പോ രാവിലെ സുബൈക്ക് പള്ളിക്കെന്ന് കണ്ട് വർത്താനം പറഞ്ഞതല്ലേ, പിന്നെപ്പോ എന്തേ? ഒന്നുമില്ല. നിങ്ങളോടെ ഒരു പ്രത്യേക കാര്യം പറയാൻ നിങ്ങളൊരു സഹായം. സഹായ? അതെന്തേ? അത് നമ്മളെ നാട്ടിലെ ഒരു പുതിയ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അത് നിങ്ങളെ സഹായം എനിക്ക് വേണം. സിനിമ ഷൂട്ടിങ്ങിന് ഞാനെന്ത് സഹായം ചെയ്യാനോടോ? അതൊന്നും ചെയ്യാനില്ല. ഇതൊന്ന് പിടിച്ചാ കയ്യൊന്നും തുടക്കട്ടെ. പിന്നെ നിങ്ങളൊന്നും ചെയ്യണ്ട. നമ്മളെ പേരന്റെ പുറത്തെ ഒരു 2 മണിക്കൂർ അവർക്ക് സിനിമ ഷൂട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ മതി. അതൊക്കെ പ്രശ്നാവില്ലേ മൊയ്തീൻകുട്ടിയെ? മഹലിലൊക്കെ അറിഞ്ഞാൽ കുഴപ്പാവൂലേ? ഇതെന്താ ഞങ്ങൾ പറഞ്ഞത്? ഇതൊക്കെ മഹലി അറിഞ്ഞെടുക്കാം സിനിമ ഷൂട്ടിംഗ് ഒക്കെ. അതൊന്നും ഉണ്ടാവില്ലാന്ന് ഇരിക്കേ. പിന്നെ ഇങ്ങക്കൊരു വേഷം കൂടി അതിലുണ്ട് ട്ടാ. അതൊക്കെ എനിക്ക് തീർപ്പതിപ്പെട്ടിക്കണ്. അഭിനയിക്കാൻ എനിക്ക് പറ്റായിട്ടൊന്നുമല്ല. പക്ഷേ ഈ പ്രായത്തിൽ ഇപ്പം അത് ചെയ്യുമ്പോഴേ ഈ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞാലേ സമുദായക്കാരൊക്കെ കൂടി അതെങ്ങനെ എടുക്കുമെന്ന് എനിക്ക് നിശ്ചയില്ല. ഒന്നിനാത്രം പോകുന്ന പ്രായം കഴിഞ്ഞൊരു പെൺകുട്ടി കെട്ടിക്കാനായി എന്നുള്ള പേരെയാണിത്. അതാണ് എൻ്റെ വേചാറ്. കുന്താണ്. എന്നിട്ടാണോ നമ്മളെ മമ്മൂട്ടിയും സിദ്ദിഖും മാമുക്കോയൊക്കെ എത്ര മാപ്പിളാരുണ്ട് അഭിനയിക്കണത്? ഇങ്ങൾ അഭിനയിച്ചോളിപ്പ. നമുക്ക് കോളേജിൽ പോയി പറയാനൊക്കെ ഒരു പവറല്ലേ? അതാണ്. ഇങ്ങളല്ലേ പറയില്ല നിങ്ങൾ പഴയ നടനാണെന്ന്? നമ്മളൊന്ന് കാണട്ടെ. നീ പിന്നല്ലാണ്ട്. എന്നാ നമുക്കൊന്ന് നോക്കിയാലോടെ മൊയ്തീൻകുട്ടിയെ. എന്നാ ജോല വിളിക്ക്. ഇത് വിളിക്കാനൊന്നുമില്ല, അവര് ഇവിടെ തന്നെ ഉണ്ടാചേരെ. ഏയ് ആചാര്യ സമ്മതിച്ചു ഇങ്ങോട്ട് പോരി. അങ്ങോട്ട് വരി. വാ 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 വാ. കേറിക്കോളി, നമ്മളെ സ്വന്തം പെരയാണെന്ന്. ഇങ്ങോട്ട് കേറിക്കോളി, അങ്ങോട്ട് കേറിക്കോളി. അത് ആര് കയറി? ആ മോനെ, ആ സാധനം ഇങ്ങോട്ട് വെച്ചാ. നമ്മൾ അറിയാത്ത പരിപാടിയാണല്ലോ. ഇതെന്തോ ഒരു ഷൂട്ടിംഗ് ആണ്. ഇപ്പോഴും നീച്ചില്ലേ? അവനെ പോയിട്ട് വിളിക്ക്. ഇങ്ങോട്ട് കേറിക്കോളി. ഇങ്ങോട്ട് കേറിക്കോളി, നമ്മളെ പേരെന്നെയാണ്. കേറിക്കോളി, അവിടെ കളിരുന്നോളി. അങ്ങോട്ട് ഇരുന്നോളി. നിങ്ങൾ അവിടെ മോളെ
ഇവിടെ ഇരിക്ക്, ഇവിടെ ഇവിടെ ഇരുന്നു. ഇരിക്ക്. നിങ്ങളവിടെ ഇരുന്നോളൂ. ആ നിങ്ങൾക്ക് കുടിക്കാൻ എന്താ എടുക്കണ്ട്? ചായ മതിയോ അതോ വെള്ളം എന്തെങ്കിലും കലക്കണോ? കുടിക്കാനൊന്നും വേണ്ട ആചാരെ, ഞങ്ങളെ കുടിച്ചിട്ടാണ് വരുന്നത്. ആ, ആ ആ ആ പിന്നെ ഞങ്ങൾ 10-15 ആൾക്കാരുണ്ട്. ഭക്ഷണത്തിൽ ഏർപ്പാടുണ്ടാക്കാൻ പറ്റുമോ? ഭക്ഷണത്തിന് ഇപ്പോൾ ഇവിടെ പുറത്തുനിന്ന് ബുദ്ധിമുട്ടാ. ഞാൻ പുരയിലുണ്ടാക്കി തന്നാൽ മതി എന്നാ നിങ്ങൾക്ക്. പിന്നെ ഉഷാറായില്ലേ? സൈനബാ സൈനബാ. സാറേ 11ാമത്തെ സീനല്ലേ? ഏതാ ആ. സൈഡിലാ? ക്യാമറ അവിടെ, ആ അവിടേക്ക് ആർട്ടിസ്റ്റ് ഭാഗത്ത്. നടക്കും. ഈ സീൻ നമുക്ക് ആദ്യം ആർട്ടിസ്റ്റ് അവിടെ. ക്യാമറ അവിടെ സെറ്റ് ചെയ്യും. ക്യാമറ അവിടെ ഇവിടെ ഓപ്പോസിറ്റിലേക്ക് ഏട്ടൻ അവിടെ ആട്ടോ ഇരിക്കണ്ടേ? ഞാൻ ഡയലോഗ് പറഞ്ഞാൽ അവിടെ ഇരുന്നാൽ മതി. ഞാൻ അവിടെ ഇരിക്കണ്ടേ? ആ അതെ അതെ അവിടെ. ശരി ശരി. ഏയ് ആ ഇവർക്കേ ആ. ഒരു 10-15 ആൾക്കാർക്ക് ഉച്ചക്ക് ചോറ് വേണം. എന്താ കൂട്ടാൻ കൊടുക്കുക? കൂട്ടാനിപ്പോ ബീഫല്ല എളുപ്പം. ബീഫ് എല്ലാരും കഴിക്കുമോ നോക്കിയേ. അല്ല നിങ്ങൾ ബീഫ് കഴിക്കൂലേ? ആ കഴിക്കും. ഏയ് നിങ്ങളെല്ലാരും ബീഫ് കഴിക്കൂലേ? ആ ഞങ്ങളെല്ലാരും ബീഫ് കഴിക്കും. ഛേ നീ എന്താ പറയണത്? അപ്പൊ നിങ്ങൾ ബീഫ് കഴിക്കില്ല? എന്ന് ചോദിച്ചത് നീ ഇങ്ങനെ ഞാഴറണോ? നിങ്ങളെല്ലാം മിഞ്ഞാന്ന് പറഞ്ഞ് മാപ്പിളാരുണ്ടാക്കിയ ബീഫ് നല്ല ടേസ്റ്റാന്ന്. അത് നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിക്കാൻ തോന്നരുത്. ഒരു നമ്മുടെ വായിൽ കുത്തിത്തിരിയാണ് തോന്നണം. അല്ല രണ്ടാ അല്ല ഞാനിപ്പോ എന്താ വേണ്ടത്? അല്ല സാറേ ഏ? ഹാജർ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ആചാര്യ ഒരു കാര്യം ചെയ്യും. ആചാര്യ അവിടെ ഇരുന്നോളി. ഇവിടെ ഇരുന്നാ മതി, ട്ടോ. ഇവിടെ ഇരുന്നാ മതി. ആ. അപ്പോ ഞാൻ എൻ്റെ കുപ്പായും മുണ്ടൊക്കെ ഒന്ന് മാറണ്ടേ? വേണ്ട ആചാര്യ, വീട്ടിലെ സീനല്ലേ, ആ വേഷന് മതി. ഇതന്നെ ഓ മതി. അപ്പൊ എന്നാ ഞാൻ എൻ്റെ തൊപ്പിയിട്ടാലാ? ആ തൊപ്പിട്ടോ കുഴപ്പമില്ല. മോനെ ആസാദ് മോനെ, ഇപ്പൊ എൻ്റെ തൊപ്പിൻ്റെ എടുത്താ. നിങ്ങളൊന്നും ഇങ്ങോട്ട് വരി. ഏ? നിങ്ങളൊന്നും ഇങ്ങോട്ട് വരി. അവിടെ ഫ്രെയിമാണ്. ഇങ്ങോട്ടിരി, ഫ്രെയിമാ? ഇങ്ങോട്ടിരി. പിന്നെ ഞാനും തന്നെ 10-30 കൊല്ലം മുമ്പാണ് അഭിനയിച്ച കേട്ടോ. അതിനെന്താ? എന്തെങ്കിലും പോരായുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് പറഞ്ഞാ മതി. അത് ഞാൻ പറഞ്ഞോണ്ട് ആചാര്യ. ഇജ്ജി പറഞ്ഞാ പള്ളറിഞ്ഞ്. നിങ്ങളൊന്നും ഇങ്ങോട്ട് വരി. എന്തേ അവിടെ ഇവിടെ ഫ്രെയിമാണ്. ഫ്രെയിമാ? ഇത് വല്ലാത്ത ഫ്രെയിമാണുള്ളത്. അഭിരാമി, ആ ഡയലോഗ് ഒന്ന് പറഞ്ഞു കൊടുക്ക്. ആ. എന്തിനത് റിഹേഴ്സലായി? നിങ്ങൾ സുതാരമാഷാണ്, നിങ്ങളെ സുഹൃത്താണ് കേട്ടോ ഹാജിയാര്. ഓ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇവിടെ കുശലം പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഏട്ടാ ഞാൻ ഈ നിങ്ങൾ ഓടി വരികയാണ്. നടന്നു വന്നാ ഓക്കെ, അതാട്ടോ നമ്മൾ എടുക്കാൻ പോണേ. ആ, എടാ മോനെ അവിടെ നിന്ന് മാറിക്കോ, അത് ഫ്രെയിമാണേ. ശരി ഓക്കെ. ഓ മാറവിടുന്ന് അഭിരാമി, ഏതറങ്ങി ഓ എന്റെ പൊന്ന് ചേട്ടാ, അവിടെ ഷൂട്ട് ചെയ്യണ കണ്ടില്ലേ? അങ്ങോട്ട് മാറിക്ക്. ഓക്കെ അല്ലേ? ഓളൊരു അഹങ്കാരം കണ്ട. ഓളൊന്നല്ലെങ്കിൽ ഒരു പെണ്ണല്ലടൂ. അതൊന്നും കൊലസ്ത്രീ ആവൂലടോ. ആ മോളെ, ഏ ആ ബാക്കി ആ ഈ ഓടി വന്ന ഏട്ടൻ പറയും തട്ടാൻ ദാമോദരന്റെ മോളെ അബ്ദുറഹ്മാൻ കുട്ടീന്റെ മകൻ അനസ് കെട്ടിന്നാ പറഞ്ഞു. ആ. അപ്പൊ ഹാജിയാർ ചോദിക്കും അതിനെന്താ കുഴപ്പമെന്ന് ഹാജിയാർ ചോദിക്കും. അതിനെന്താ കുഴപ്പം? അപ്പൊ മാഷ് പറയണം എല്ലാരും മനുഷ്യരല്ലേ, ഇഷ്ടപ്പെട്ടവർ ഒരുമിച്ച് ജീവിക്കട്ടെ, അതിനിവിടെ ആർക്കാ പ്രശ്നം. തന്നെ തന്നെ തന്നെ. അപ്പൊ പിന്നെ ഹാജാരോട് ചോദിക്കും ഇവിടെ ഒരു കുഴപ്പമില്ലല്ലോ ഹാജാരെ എന്ന് ഹാജാരോട് ചോദിക്കും. ഓക്കെ, ഡയലോഗ് ഒക്കെ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ പിന്നെ ഓക്കെയാണ് ഓക്കെയാണ് ഓക്കെ അല്ലേ ആചാര്യ? ഓക്കെ. ഏട്ടാ നിങ്ങളൊന്ന് അവിടേക്ക് പോയിരിക്കും. അങ്ങോട്ട് അങ്ങോട്ട്. ആ റോൾ ചെയ്യണ്ട, ഫ്രെയിം ഒന്ന് കാണിച്ചേ. ആർട്ടിസ്റ്റ് റെഡി, ആക്ഷൻ. മാഷെ ആ. തട്ടാൻ ദാമോരന്റെ മോളെ അബ്ദുറഹ്മാൻ കുട്ടീന്റെ മോ അനസ് കെട്ടിന്നാ കേക്കണത്. അതിനെന്താ കുഴപ്പം അല്ല ആചാര്യ? ഒരു കുഴപ്പമില്ല. ആ ഓക്കെ, ടേക്ക് പോവാം. ക്യാമറ റോളിംഗ് സാർ. വൺസ് മോർ, ആക്ഷൻ. മാഷെ ആ. തട്ടാൻ ദാമോരന്റെ മോളെ അബ്ദുറഹ്മാൻ കുട്ടീന്റെ മോ അനസ് കെട്ടിന്നാ കേക്കണത്. ആ, അതിനെന്താ കുഴപ്പം അല്ല ആചാര്യ? എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. കട്ട്. ആരത്? കുഴപ്പമുണ്ട് ആചാര്യ, കുഴപ്പമുണ്ട്. നിങ്ങളിപ്പോ എന്താ മനസ്സിലാക്കിയത്? എന്താണ്? നിങ്ങൾക്ക് വല്ല മനസ്സിലായിക്കണം? എനിക്കൊന്നും തിരിഞ്ഞിട്ടില്ല. ഇത് ലവ് ജിഹാദാണെന്ന്. സേ. നമ്മളെ പെരൽ വന്നിട്ട് ലവ് ജിഹാദിന്റെ
ഫിലിം എടുക്കാത്. എടോ മൊഹബത്തിലായ രണ്ട് കുട്ടികൾ തമ്മിൽ നിക്കാഹ് കഴിക്കുന്നതിന് നമ്മക്കെന്താ കുഴപ്പമെന്ന്? ഒന്ന് ആചാര്യ എന്താ ഇപ്പൊ ഇങ്ങോട്ട് പറയാ? ദാമോദരന്റെ മോള് ഹിന്ദു അല്ലേ? അതെ. അപ്പൊ അബ്ദുറഹ്മാന്റെ മോനോ മുസ്ലിം. മനസ്സിലായ നിങ്ങക്ക്? എന്തപ്പത്? നമ്മളെ പെരേല് വെച്ചിട്ട് ലൗജിഹാദിന്റെ ഫിലിമാണ് പിടിച്ചിട്ട് ഇവിടെ അങ്ങോട്ട് പ്രചരിപ്പിക്കും. ഇത് നാട്ടിലാണ്ട് അറിഞ്ഞാലുള്ള അവസ്ഥ അറിയോ? ഇവിടെ എന്തൊക്കെ കുടുംബാചാരം നടക്കുക. പിന്നെ നമുക്ക് ഇവിടെ നിക്കാൻ പറ്റുമോ? വന്നില്ലേ പടച്ച തമ്പുരാനെ, ഞമ്മളറിഞ്ഞിട്ടില്ല. എടോ സംവിധായക, ഞമ്മക്ക് ഈ പണി പറ്റൂലട്ടാ. ഈ ഔത്തപ്പള്ളിയിലാവുന്നുള്ളത് ഞമ്മളറിഞ്ഞിട്ടില്ല. ഇത് നടക്കൂല. പിന്നെ മാഷേ, ഇത് പറ്റൂല. നിങ്ങൾ ഒഴിവായിക്കാളി. ഇത് ഇവിടെ നടക്കൂല. നിങ്ങൾ എടുത്തു വെച്ച് പോയിക്കാളി. അതാചാര്യ നിങ്ങളെ കാണണ്ട. ഓരോ മനുഷ്യന്മാരല്ലേ, ഒരു കല്യാണം കഴിച്ചോട്ടെ. മനുഷ്യന്മാര് കുട്ടികളാണ്, അവര് നിക്കാവും കഴിച്ചോട്ടെ. പക്ഷെ എന്റെ വരെ പറ്റൂല എന്നാ ഞാൻ പറഞ്ഞത്. അനക്കത്ര ദണ്ണുണ്ടെങ്കിൽ എന്റെ പേരെ കൊണ്ട് കെട്ടിച്ചടോ. അല്ല ആചാര്യ, കുറച്ചു നേരം കൂടിയല്ലേ ഉള്ളൂ. അതൊന്നും ഇവിടെ നടക്കൂല. നമ്മളെ പേരെ പറ്റൂല. അതല്ല ഞങ്ങളോട് പറഞ്ഞ് അരി ചേമ്പാണ് വെറുതെ കേറി പൊയ്ക്കച്ചവിടുന്നു. എടുത്തോളിയടോ, മതി. ഇവിടെ പറ്റൂല. കൊണ്ടേക്കോളി, അടിച്ച അടുപ്പിൽ വെള്ളം പറഞ്ഞാ. ഇവിടെ നടക്കൂല. എടുത്തോളി 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 വിട്ടോളി, വണ്ടി വിട്ടോളി. പോട്ടെ പോട്ടെ. അല്ല സാർ, ഇനിയിപ്പോ എന്താ ചെയ്യാ? പോർഷൻ ഏതാണ്ട് മുഴുവനായിക്കണ്. ഇനി കുറച്ച് ബാക്കിയല്ലേ ഉള്ളൂ. അതെ. ക്യാമറ ഒക്കെ എടുത്തോ. അപ്പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് വേറെ എവിടെ നോക്കാം. നമുക്കിപ്പോ പോവാം. ക്യാമറ എടുത്തുങ്ങാണ്ടേ ചടഞ്ഞു പോയി. രാമേട്ടാ, ഇത് നമുക്ക് ഏറ്റെടുത്താലോ? ഈ വണ്ടിയും വലി നമ്മൾ ഏറ്റെടുത്തിട്ട് നമുക്കെന്താണ് ഗുണം? ഗുണുണ്ട്. ഇത് ലവ് ജിഹാദാണ്. ഇത് നമുക്ക് ഗർവാപ്പസിയാക്കണം. എങ്ങനെ? അമ്പരം മറക്കുക. ബാബുജി, മുസ്ലിം പെൺകുട്ടീനെ ഹിന്ദു ചെക്കൻ കെട്ടട്ടെ. മനസ്സിലായില്ല? ദാമോദരന്റെ മോൻ അബ്ദുറഹ്മാനാജിന്റെ മോളെ കെട്ടട്ടെ. അടിപൊളി. ഓടാൻ സംഭവിക്കൂ. അത് നിങ്ങൾ ചെന്ന് ഓരോടൊന്ന് ചോദിക്കേ. ഓർക്ക് വേണ്ട സഹായം ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കാന്നും പറയും. ശരി. അല്ല, ഞാൻ തന്നെ ചോദിക്കണ. അതെന്താ? എനിക്ക് ആ പെണ്ണിന്റെ മോന്ത കാണുമ്പോഴല്ല. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. എങ്ങനെ സഹായിക്കാം? പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്ത് ഡിമാൻഡ്? നേരത്തെ അവിടെ പറഞ്ഞ ഡയലോഗ് ഒന്ന് മാറ്റി പറയണം. എങ്ങനെ മാറ്റണം? ദാമോദരന്റെ മോള് എന്നുള്ളത് അബ്ദുറഹ്മാനാജിന്റെ മോളിൽ നിന്ന് മാറ്റി പറയണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മറ്റെല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു. അല്ല സാറേ, അതെങ്ങനെ ശരിയാവും? ഒരു മിനിറ്റ് സാർ, ഒന്നിട്ട് വന്നേ. സാർ ഒന്ന് വാ. ഒരു 300 കോടി ചെലവാക്കിയ സിനിമയെ 24 വെട്ടുവെട്ടിട്ടാണ് തടി കഴിച്ചിലാക്കിയത്. എന്നിട്ടാണ് നമ്മളെ ചെറിയ സിനിമ. അതും ശരിയാ സാറേ. എങ്ങനെയെങ്കിലും വെക്കത്തൊന്ന് തീർക്കണ്ടേ? എത്ര ദിവസമായി സാറേ, എത്ര ദിവസമായി നമ്മളിതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് കണ്ണടച്ച നമുക്ക് ഇന്നിത് തീർക്കാം. അങ്ങനെയല്ല നമ്മൾ സിനിമയുടെ അന്തസ്സത്തെ നഷ്ടപ്പെടൂലേ? ഒരു അന്തസ്സത്തെയും പോകുന്നില്ല. ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ ചെറിയൊരു മാറ്റം, അത്രേ ഉള്ളൂ. നമുക്ക് ആകെ ഇനി ഈ സീനും കൂടി എടുക്കാനുള്ളൂ. അത് കഴിഞ്ഞാൽ സിനിമ പേക്കപ്പാ സാറേ. ശരിയാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. നോക്ക്, സംഗതി നടക്കും. നോക്കിക്കോ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ സമയം കളയണ്ട. എത്രയും പെട്ടെന്ന് ആൾക്കാരിലേക്ക് കൂടി ഞാൻ ആചാരം കണ്ടു തരാം. ചെറിയ പെട്ടെന്ന് വാ ആചാര്യ. കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ ചോറുണ്ടാവില്ലെന്ന് അറിയാം. ബീഫ് പച്ചാണെങ്കിൽ ഞാൻ കൊണ്ടേക്കോളാം. നമസ്തേ. എനിക്ക് ആ പോത്തിന്റെ ചാണം കലക്കി തരാ പന്നി. കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നടക്കുക.
ഏയ് ഇതെന്താ പരിപാടി? അതൊന്നുമില്ല. പിന്നെ മറ്റുള്ളവരൊന്നും വേണ്ട. നമ്മളെ ആൾക്കാർ ഞങ്ങളടുത്ത് മാത്രം മതി കേട്ടോ. ഈ ആർട്ടിസ്റ്റ് അവിടെ അവിടെ ഇയാള് മാഷെ മാഷെ അവിടെ ഇരിക്ക്. ക്യാമറ അവിടെ ഇവിടെ ഇവിടെ വെച്ചോ. മാഷെ അവിടെ ഇരിക്ക്. ഞാൻ എന്താ നിങ്ങള് ഇവിടെ ഇവിടെ മതി. നിങ്ങളെ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ. അല്ല സാറേ നമുക്ക് ഹാജർക്ക് പകരം ഒരാൾ വേണ്ടേ? അതെ നിങ്ങളാരെങ്കിലും അഭിനയിക്കാൻ താല്പര്യം ആൾക്കാരുണ്ടോ? പിന്നെ സുരേഷ് നല്ല അഭിനേതാവാണ്. സുരേഷ് അഭിനയിക്കും. നിങ്ങൾ അവിടെ പോയിരുന്നു ചേട്ടാ നിങ്ങൾ അവിടെ ഇരുന്നോ. അവിടുന്ന് ആള് ഓടി വന്ന് ഡയലോഗ് പറയുമ്പോ മാഷ് അതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങള് ഒരു കുഴപ്പമില്ല എന്ന് പറയണം. ഓക്കെ റെഡി അല്ലേ? ഞാനൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡയലോഗ് പറയണം. അഭിരാമി ആർട്ടിസ്റ്റ് റെഡി അല്ലേ? റെഡി അല്ലേ മാഷ്? റെഡി അല്ലേ? റെഡിയാണ് സർ. റോൾ ക്യാമറ റോളിംഗ് സാർ. ആക്ഷൻ. മാഷെ തട്ടാൻ ദാമോദരന്റെ മോൻ അബ്ദുറഹിമാൻകുട്ടീന്റെ മകളെ കെട്ടിന്നാ കേക്കണത്. അതിനെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ക്യാമറ ഓക്കല്ലേ? ഇയാൾ നോക്കി പറ. അയാൾ ഗംഭീരായി ചെയ്യും. അയാൾ നല്ലൊരു നടനല്ലേ? നിങ്ങളൊന്നാണ് മാറുന്നാണ് കുറച്ച് അങ്ങോട്ട് അപ്പുറത്തേക്ക്. എന്താണ് സുരേഷ്, ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. സുരേഷ് ഞങ്ങളുടെ പ്രധാന അഭിനേതാവല്ലേ? ശരിയാവും. ഓക്കെ അല്ലേ? ഞാൻ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറയും. അപ്പം നിങ്ങൾ ഡയലോഗ് പറഞ്ഞു. പക്ഷെ ക്യാമറയിലേക്ക് നോക്കരുത്, എൻ്റെ മുഖത്ത് നോക്കി പറയണം. ഓ റോൾ ക്യാമറ റോളിംഗ് സാർ. ആക്ഷൻ. മാഷെ തട്ടാൻ ദാമോദരന്റെ മകൻ അബ്ദുറഹിമാൻകുട്ടീന്റെ മകളെ കെട്ടിന്നാ പറഞ്ഞു കേക്കണത്. അതിനെന്താ കുഴപ്പം അല്ലേ? ഒരു കുഴപ്പമില്ല. ആ ഓക്കെ കട്ട്. സീൻ ചേഞ്ച് ആണ്. ആ സ്ക്രിപ്റ്റ് ഉണ്ടോ? ക്യാമറ ആ സൈഡിൽ അങ്ങോട്ടേക്ക്. നിങ്ങൾ പറയേണ്ടത് എല്ലാ മനുഷ്യരും ദൈവസൃഷ്ടിയാണ്. അങ്ങനെയാകുമ്പോൾ സ്വന്തം മക്കളെ തമ്മിലടിപ്പിക്കാൻ ദൈവമൊന്നും ചെയ്യില്ലല്ലോ. നിങ്ങൾ ഇതെല്ലാം ദൈവം ഇയാളോട് ചോദിക്കല്ലേ? അതെ അതെ ഓക്കെ. ഈ ഡയലോഗ് ഞാൻ പറയേണ്ടത് ഇവനോടല്ലേ? അതെ അതെ. ആർട്ടിസ്റ്റ് ഓക്കെ അല്ലേ? ഫ്രെയിമിൽ ആളുണ്ടല്ലോ അവിടെ. റോൾ ക്യാമറ. ചേട്ടാ അവിടെ നിന്ന് മാറിക്കോ. ഇങ്ങോട്ട് മാറ് മാറ്. ഇത് മാറിക്കാളി ചേരെ. ആർട്ടിസ്റ്റ് അല്ലേ? ഓക്കെ. റോൾ ക്യാമറ. റോളിംഗ് സാർ. ആക്ഷൻ. ഒരു ഹിന്ദുവും മുസൽമാനും തമ്മിൽ കല്യാണം കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. ദൈവത്തിൻ്റെ മുന്നിൽ ഇസ്ലാമും ഹിന്ദുവും എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാ മക്കളും ദൈവസൃഷ്ടിയാണ്. അങ്ങനെ ആവുമ്പോൾ സ്വന്തം മക്കളെ തമ്മിൽ തല്ലിക്കാൻ ദൈവം ഒന്നും ചെയ്യില്ലല്ലോ. കറക്റ്റാ. പക്ഷെ ഇതെല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ മാഷേ. അങ്ങനെ എല്ലാം ദൈവം കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ കാശ്മീരിലെ ഒരു ദേവാലയത്തിൽ വെച്ച് ഒരു കൊച്ചു പെൺകുട്ടിയെ ദിവസങ്ങളോളം പീഡിപ്പിച്ച് കൊന്നത് ദൈവം എന്തേ കണ്ടില്ല? എന്തേ പ്രതികരിച്ചില്ല? നിർത്ത്. ആ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞാ. എന്താ നമ്മുടെ പ്രശ്നം? ഇത് നമുക്കിട്ടുള്ള പണിയാടാ. പണിയോ? എന്താ പ്രശ്നം? എനിക്ക് മനസ്സിലായില്ല. അതെ എന്താ പ്രശ്നം? ആ ഡയലോഗ് ഒന്നുകൂടി പറഞ്ഞേ. അതൊന്നുകൂടി പറഞ്ഞു കൊടുത്തേ. അങ്ങനെ എല്ലാം ദൈവം കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിലേ കാശ്മീരിലെ ഒരു ദേവാലയത്തിൽ വെച്ച് ഒരു കൊച്ചു പെൺകുട്ടിയെ ദിവസങ്ങളോളം പീഡിപ്പിച്ച് കൊന്നത് എന്തേ ദൈവം കണ്ടില്ല? എന്തേ പ്രതികരിച്ചില്ല? പേരോട് നമ്മൾ പറയുന്നില്ല. മതി, നിർത്തിക്കളാ. നിന്റെ പോക്കറ്റ് ഞാൻ മനസ്സിലാവിട്ടോ. അതെന്താ നിങ്ങൾ ആ കുട്ടീനെ ബലാത്സംഗം ചെയ്ത് കൊന്നത്? ഞങ്ങൾ നെഞ്ഞത്ത് കയറി കോടിച്ചേട്ടക്ക് മാറിക്ക്. മാറിക്ക്, ഞാൻ സംസാരിക്കട്ടെ. മാറിക്ക്. നിങ്ങൾക്കൊക്കെ ജീവൻ വേണമെങ്കിൽ വിട്ടോ. എന്തേടോ ഞമ്മളെ പുരയില് വന്നുകാണ്ട് ഞമ്മളെ മാനം കെടുത്തി ഇറക്കിക്കൊണ്ട് വന്നാലേ ഇപ്പൊ എന്തേണ്ടായി? പടച്ച റബ്ബേ, അയാളപ്പോ എല്ലാരും കൂടി തല്ലി കൊല്ലല്ലോ. അച്ചോ ഒന്ന് നിർത്തിയേ.
എന്താ ജോസ്? ഒന്ന് സൈഡാക്കി. എന്തേ അച്ചോ, ഷൂട്ടിങ്ങുകാർ വന്നിട്ട് കുറെ നേരം ഇവിടെ കച്ചറയാ. അച്ഛൻ എന്തെങ്കിലും ഒന്ന് പരിഹരിച്ചു കൊടുക്കുക. വാ. അസ്സലാമു അലൈക്കും. അച്ചോ, ഇത് ഞങ്ങൾ മതത്തിനും പാർട്ടിക്കും എതിരാണ്. അതുകൊണ്ട് ഈ ഷൂട്ട് ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. അത് തന്നെ, ഇത് നമ്മളെ മതത്തിനും എതിരാ ഈ ഷൂട്ടിങ്. എല്ലാവരെയും വെറുപ്പിച്ച് ഈ പരിപാടി മുന്നോട്ട് പോകണത് ശരിയല്ലല്ലോ. എല്ലാവരെയും പ്രീതിപ്പെടുത്തി പോകുന്നതല്ലേ നല്ലത്. അച്ചോ, അതിൽ അത്ര കാര്യങ്ങളൊന്നും ഇല്ല അച്ചോ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് സത്യത്തിനായി പറയാൻ ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ അച്ചോ. ആണോ? എന്നാ പിന്നെ ഒന്ന് കേക്കട്ടെ. നിങ്ങളെ കെട്ടിയാനി ഇവിടുന്ന് പോയ സിനിമാ ഷൂട്ടിംഗുകാരും കൂടി അതാ അവിടുന്ന് ആരോ ആൽത്തറേന്റെ തൊട്ടൊന്ന് കച്ചറ ഉണ്ടാക്കണ്ട്. ഒന്ന് മോനെ വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. അസാദേ, അസാദേ, ഡാ അസാദേ, ഡാ മോനെ, അവിടെ ആകെ കച്ചറാണോലോ. എടാ ഈ ഒന്നും അങ്ങോട്ട് ചെല്ലടാ. ആ പണ്ടേർക്കാലം അയാൾ അങ്ങോട്ട് പോയിക്കണ്. ഒന്ന് ചെന്ന് നോക്കടാ. നിങ്ങളൊന്നും മിണ്ടാനില്ല. ഹലോ, എല്ലാ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചതാണ് എന്നല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വന്തം മക്കളെ തമ്മിൽ തല്ലി മരിക്കുന്നതിന് ദൈവം കൂട്ടി നിൽക്കില്ലല്ലോ അല്ലേ? അതിനൊരു അവസരം സൃഷ്ടിക്കില്ലല്ലോ. അപ്പോ ക്യാരക്ടർ പറയും കറക്റ്റ്, പക്ഷെ ഇതെല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ മാഷേന്ന്. അപ്പോൾ മാഷ് അങ്ങനെ എല്ലാം ദൈവം കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ കാശ്മീരിലെ ഒരു ദേവാലയത്തിൽ വെച്ച് ഒരു കൊച്ചു പെൺകുട്ടിയെ ആ കൊച്ചൊന്ന് വായിക്കട്ടെ. കൊച്ചു വായിക്കും. കാശ്മീരിലെ ഒരു ദേവാലയത്തിൽ വെച്ച് ഒരു കൊച്ചു പെൺകുട്ടിയെ ദിവസങ്ങളോളം പീഡിപ്പിച്ചു കൊന്നത് ദൈവം എന്തേ കണ്ടില്ല, എന്തേ പ്രതികരിച്ചില്ല? മനുഷ്യർ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് മതത്തിന്റെയും ജാതിയുടെയും പേരിലല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ദൈവമല്ല മതങ്ങളെ സൃഷ്ടിച്ചതെന്ന്. അപ്പോൾ ക്യാരക്ടർ പറയും പിന്നെ ആരാവും മനുഷ്യനെ തമ്മിൽ തല്ലിക്കുകയും അകറ്റുകയും ചെയ്യുന്ന മതങ്ങളെ സൃഷ്ടിച്ചത്? അപ്പൊ മാഷി പറയും ദൈവത്തിന്റെ ശത്രു ആയിരിക്കും എന്ന്. പിന്നെ ക്യാരക്ടർ പറയും നിർത്ത്. അപ്പോ സാത്താനാണ് മതങ്ങളെ സൃഷ്ടിച്ചതെന്നാണോ? മക്കളെ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് വിയോജിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല. അപ്പം ഞങ്ങളിനി എന്ത് ചെയ്യച്ചോ? കുഞ്ഞേ, മറ്റുള്ളവരെ പണിക്കൊണ്ട് എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? വെറുതെ വെറുപ്പ് സംഭവിക്കുന്ന കാര്യമല്ല അത്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തുന്നതാണ്. നീ ആ സെബാസ്റ്റ്യന്റെ മോനല്ലേടാ? എടായ്ക്കെതിരെ പറയുന്നത് അത്ര നല്ലതല്ല. അതല്ല അച്ചോ, ഈ മനുഷ്യരൊക്കെ തമ്മി തല്ലിക്കണ മതങ്ങളൊക്കെ ആര് സൃഷ്ടിച്ച? അന്നപ്പാരെങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞത് ഇജെന്തത്തിന് വന്നതാ? ബാപ്പയിൽ ഇടപെടണ്ട. നിങ്ങളൊക്കെ കാലം ചെയ്യാനയക്കണ്. ഞമ്മളൊന്ന് മനസ്സാമത്തോടെ ജീവിച്ചോട്ടെ. നമ്മൾ ഇടപെടണ്ട. അപ്പൊ ഇതിനുള്ള മറുപടി പറഞ്ഞു വെച്ചോ. നിങ്ങളെ പഠിപ്പിക്കാൻ പറഞ്ഞാണ്ട വലിയ കുഴപ്പമായി. സാറേ, നിങ്ങൾ നമ്മളെ കോളേജിലേക്ക് പോര്, അവിടുന്ന് ഷൂട്ട് ചെയ്യാം നമുക്ക്. മതമില്ല, ജാതില്ല, സ്നേഹം മാത്രമുള്ളൊരു പുതിയ തലമുറ ഉണ്ട് അവിടെ. ജാതിയല്ല, മതമല്ല, മനുഷ്യരാണ് പ്രധാനം എന്ന് വിശ്വസിക്കുന്ന പുതുതലമുറ.